നമസ്കാരം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മാത്സ് ക്വിസിലാണ് കേട്ടോ. LP UP ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പങ്കെടുക്കാൻ പറ്റിയ ഒരു പസിലും കൂടിയാണ് ഇത്. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഉപജില്ലയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് A ഗ്രേഡ് കിട്ടിയ പസിലാണ് കേട്ടോ. നമ്മുടെ പസിലിന് ഒരു ചോദ്യം ഉണ്ടാവും, ഉത്തരം ഉണ്ടാവും. ചോദ്യം ഒരു ചാർട്ടിലും ഉത്തരം വേറൊരു ചാർട്ടിലായിട്ടാണ് എഴുതുന്നത്. അങ്ങനെ നമ്മൾ ഇത് 2 ചാർട്ടാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാത്സ് പസിൽ ഏതാണെന്ന് നോക്കാം. ചോദ്യം വന്നിരിക്കുന്നത് ഒരു കഥ പോലെയാണ് കേട്ടോ. മാന്ത്രിക സംഖ്യ എന്നാണ് ചോദ്യത്തിന്റെ പേര്. അപ്പൊ നമുക്ക് കഥ ഒന്ന് നോക്കാം. ഒരിക്കൽ ഒരു രാജാവ് ബുദ്ധിപരീക്ഷണത്തിലൂടെ മിടുക്കനായ ഒരു മന്ത്രിയെ കണ്ടെത്താൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു സ്വർണ്ണ നാണയപ്പെട്ടി കാണിച്ചിട്ട് മത്സരാർത്ഥികളോട് പറഞ്ഞു, പെട്ടിയിലെ നാണയങ്ങളുടെ എണ്ണം ഒരു മാന്ത്രിക സംഖ്യയാണ്. 1, 3, 4, 5, 6, 8 എന്നീ സംഖ്യകൾ ചേർന്ന 6ന്റെ ഗുണിതമായ ഒരു ആരക്ക സംഖ്യയാണിത്. വലത്തെ അറ്റത്തു നിന്നും ഒരക്കം പോയാലുള്ള അഞ്ചക്ക സംഖ്യ 5ന്റെ ഗുണിതവും, വീണ്ടും ഒരക്കം പോയാലുള്ള 4 സംഖ്യ 4ന്റെ ഗുണിതവും, 3 സംഖ്യ 3ന്റെ ഗുണിതവും, 2 സംഖ്യ 2ന്റെ ഗുണിതവും ആണ്. 5 സംഖ്യ തുലനാവസ്ഥ ചെയ്ത് നിൽക്കും. അതായത് വലതു ഇടതു വശങ്ങളിലെ 2 അക്കങ്ങളുടെ തുക തുല്യമായിരിക്കും. മത്സരം ആരംഭിച്ചു. മാണിക്യന് മാത്രമാണ് മാന്ത്രിക സംഖ്യ ഏതെന്ന് കണ്ടെത്താൻ സാധിച്ചത്. രാജാവ് മാണിക്യനെ മന്ത്രിയായി തെരഞ്ഞെടുത്തു. മാന്ത്രിക സംഖ്യ ഏതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? മാണിക്യൻ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തിയതെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? നമുക്ക് എങ്ങനെയാണ് ഉത്തരം വന്നതെന്നൊന്ന് നോക്കിയാലോ. ഞാനിവിടെ 1, 10, 100, 1000, 10000, ലക്ഷം എന്നിങ്ങനെ തിരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 6ന്റെ ഗുണിതമായ ഒരു ആരക്ക സംഖ്യയാണെന്നാണ് ഫസ്റ്റ് കണ്ടീഷൻ വന്നിരിക്കുന്നത്. 1, 3, 4, 5, 6, 8 എന്ന സംഖ്യകളായിരിക്കും നമ്മുടെ മാന്ത്രിക സംഖ്യയിൽ വരുന്നത്. ഇവിടെ 1, 10, 100, 1000, 10000, ലക്ഷം എന്നിങ്ങനെ തിരിച്ച് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതൊരു ആരക്ക സംഖ്യ ആയിരിക്കും, 6ന്റെ ഗുണിതവുമായിരിക്കും എന്നാണ്. 6ന്റെ ഗുണിതത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള സംഖ്യകൾ നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇവിടെ 6ന്റെ ഗുണിതത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള അക്കങ്ങൾ എന്ന് പറയുന്നത് 4, 6, 8 എന്നീ സംഖ്യകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 1, 3, 5 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. അഞ്ചക്കത്തില് 5ന്റെ ഗുണിതമായിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പൊ 5ന്റെ ഗുണിതത്തില് ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ഒരക്കം എന്ന് പറയുന്നത് 5 എന്നുള്ള സംഖ്യ മാത്രമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ 1, 3, 4, 6, 8 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു മാന്ത്രിക സംഖ്യ എന്ന് പറയുന്നത് 5 എന്നുള്ളൊരു സംഖ്യയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ 5 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. 4 സംഖ്യ 4ന്റെ ഗുണിതവുമായിരിക്കും. 4 സംഖ്യ 4ന്റെ ഗുണിതത്തിലായതുകൊണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള സംഖ്യകൾ എന്ന് പറയുന്നത് 4, 6, 8 എന്നീ സംഖ്യകളായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ 1, 3 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. 3 സംഖ്യ 3ന്റെ ഗുണിതമായതുകൊണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള അക്കങ്ങള് 1, 3, 4, 6, 8 എന്നീ സംഖ്യകളാണ് കേട്ടോ. കാരണം ഒറ്റയുടെ സ്ഥാനത്ത് 1, 3, 4, 6, 8 എന്നീ സംഖ്യകൾ ഉണ്ട്. രണ്ടക്കത്തില് 4, 6, 8 എന്നീ സംഖ്യകളാണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് കേട്ടോ. രണ്ടക്ക സംഖ്യയില് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് 4, 6, 8 എന്നീ സംഖ്യകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 1, 3 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. പെൻസിലോട് ഞാൻ ആദ്യം മാറ്റി നിർത്തിയ സംഖ്യകൾ ഞാൻ സ്കെച്ച് കൊണ്ട് ഒന്നുകൂടി മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ.
വരെയുള്ള ഉത്തരം നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ആറക്കത്തില് 6ന്റെ ഗുണിതമായിരിക്കും. 6ന്റെ ഗുണിതത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള അക്കങ്ങൾ എന്ന് പറയുന്നത് 4, 6, 8 എന്നീ സംഖ്യകളായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 1, 3, 5 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. അഞ്ചക്കത്തില് 5ന്റെ ഗുണിതത്തില് ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ഒരേ ഒരു സംഖ്യ എന്ന് പറയുന്നത് 5 എന്നുള്ളൊരു സംഖ്യ മാത്രമാണ് കേട്ടോ. അപ്പോൾ 5 എന്നുള്ളൊരു സംഖ്യയാണ് നമ്മുടെ ഒരു മാന്ത്രിക സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉള്ള എല്ലാ 5 എന്നുള്ള സംഖ്യകളെ മാറ്റി നിർത്താം. പിന്നെ നമുക്ക് ഇവിടുത്തെ 1, 3, 4, 6, 8 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. നാലക്കത്തില് ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള അക്കങ്ങൾ എന്ന് പറയുന്നത് 4, 6, 8 എന്നീ സംഖ്യകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 1, 3 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. പിന്നെ മൂന്നക്കത്തില് ഒറ്റയുടെ സ്ഥാനത്ത് വരാനുള്ള അക്കങ്ങൾ എന്ന് പറയുന്നത് 1, 3, 4, 6, 8 എന്നീ സംഖ്യകളാണ് കേട്ടോ. മൂന്നക്കത്തില് 1, 3, 4, 6, 8 എന്നീ സംഖ്യകൾ വരുന്നുണ്ട്. പിന്നെ രണ്ടക്കത്തില് ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള അക്കങ്ങൾ എന്ന് പറയുന്നത് 4, 6, 8 എന്നീ സംഖ്യകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 1, 3 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. 4, 6, 8 എന്നീ സംഖ്യകൾ ഒറ്റയുടെ സ്ഥാനത്ത്, 100ന്റെ സ്ഥാനത്ത്, 10,000ത്തിന്റെ സ്ഥാനത്ത് നിർബന്ധമായിട്ടും വരണം. പക്ഷേ 1000ത്തിന്റെ സ്ഥാനത്ത് 1, 3, 4, 6, 8 എന്നീ സംഖ്യകൾ ഉള്ളതിനാൽ ഇവിടെ 4, 6, 8 എന്നീ സംഖ്യകൾ വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം 1, 3 എന്നീ സംഖ്യകൾ ഉള്ളതിനാൽ. അപ്പോൾ നമുക്ക് ഇവിടെ 4, 6, 8 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. അപ്പോൾ നമുക്കിവിടെ ആകെ ഉള്ള ഒരു സംഖ്യകൾ എന്ന് പറയുന്നത് 1, 3 എന്നീ സംഖ്യകളാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. വേറൊന്നല്ല, ഏതൊരു നാലക്ക സംഖ്യയുടെയും അവസാനത്തെ 2 അക്കങ്ങൾ 4ന്റെ ഗുണിതത്തിൽ ചേർന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 2 അക്കങ്ങൾ കൂടി ചേർക്കുമ്പോൾ 4ന്റെ ഗുണിതത്തിലുള്ള സംഖ്യകൾ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാലക്ക സംഖ്യ 4ന്റെ ഗുണിതത്തിലുള്ളതായിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. 1, 4, 14 4ന്റെ ഗുണിതത്തിലില്ല. 3, 4, 34 4ന്റെ ഗുണിതത്തിലില്ല. 1, 6, 16 4ന്റെ ഗുണിതത്തിലുണ്ട്. 3, 6, 36 4ന്റെ ഗുണിതത്തിലുണ്ട്. 1, 8, 18 4ന്റെ ഗുണിതത്തിലില്ല. 3, 8, 38 4ന്റെ ഗുണിതത്തിലില്ല. അപ്പൊ 4ന്റെ ഗുണിതത്തിൽ ഉള്ള ഒരേ ഒരു സംഖ്യ എന്ന് പറയുന്നത് 6 എന്ന സംഖ്യയാണ് കേട്ടോ. ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 6 എന്നുള്ള സംഖ്യയാണ്. അപ്പൊ ഇവിടെ ഒരു മാന്ത്രിക സംഖ്യ എന്ന് പറയുന്നത് 6 എന്നുള്ള സംഖ്യയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഇവിടെ വന്ന എല്ലാ 4, 8 എന്നീ സംഖ്യകളെ മാറ്റി നിർത്താം. പിന്നെ ഇവിടെ നമുക്ക് 6 എന്നീ മാന്ത്രിക സംഖ്യ കിട്ടിയതിനാൽ ഇവിടെ ഇനി 6 എന്നീ മാന്ത്രിക സംഖ്യ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ 6 എന്ന മാന്ത്രിക സംഖ്യകളെ മാറ്റി നിർത്താം. പിന്നത്തെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് 5 അക്ക സംഖ്യ തുലനാവസ്ഥ ചെയ്തു നിൽക്കുന്ന ആണ് കേട്ടോ. അതായത് വലത് ഇടത് വശങ്ങളിലെ 2 അക്കങ്ങളുടെ തുക തുല്യമായിരിക്കും. ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള 2 അക്കങ്ങൾ എന്ന് പറയുന്നത് 5, 6 എന്നീ അക്കങ്ങളാണ് കേട്ടോ. 5, 6 എന്നീ അക്കങ്ങൾ കൂട്ടുമ്പോൾ 11 ആണ് എന്ന സംഖ്യയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവിടത്തെ 2 അക്കങ്ങൾ കൂടി കൂട്ടുമ്പോൾ 11 എന്നീ സംഖ്യ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 1, 4, 5 കിട്ടുന്നില്ല. 3, 4, 7 കിട്ടുന്നില്ല. 1, 8, 9 കിട്ടുന്നില്ല. 3, 8, 11 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു മാന്ത്രിക സംഖ്യ എന്ന് പറയുന്നത് 8 എന്നുള്ള ഒരു സംഖ്യ കൂടിയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള 8കളെ വെട്ടാം. പിന്നെ നമുക്കിവിടെ 8ഉം 3ഉം കൂടി കൂട്ടിയപ്പോഴാണ് 11 എന്നുള്ള സംഖ്യ കിട്ടിയത്. അപ്പൊ നമ്മുടെ ഒരു മാന്ത്രിക സംഖ്യ 3 തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയുള്ള 3കളെ മാറ്റി നിർത്താം. അപ്പൊ നമുക്കിതാ
ഇവിടെ 3 എന്നുള്ള സംഖ്യ, ഇവിടെ 8 എന്നുള്ള സംഖ്യ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെട്ടാതെ ബാക്കിയുള്ള സംഖ്യ എന്ന് പറയുന്നത് 4ആണ്. അപ്പോൾ നമുക്ക് ഈ 4നെ മാറ്റി നിർത്താം. ഇവിടെ നമുക്ക് ഇവിടെയും 4 എന്നുള്ള സംഖ്യയാണ് വെട്ടാതെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനും കൂടി ഒന്ന് മാറ്റി നിർത്താം. ഇവിടെ നമുക്ക് 1 എന്നീ സംഖ്യയും കൂടി മാറ്റി നിർത്താനുണ്ട്. അപ്പം നമുക്ക് 1 എന്നുള്ള സംഖ്യയും കൂടി മാറ്റി നിർത്താം. ഇവിടെ നമുക്ക് 3 കിട്ടി, 8 കിട്ടി. ഇവിടെ വെട്ടാതെ ബാക്കിയുള്ള ഒരേ ഒരു സംഖ്യ എന്ന് പറയുന്നത് 1ആണ്. അപ്പം നമുക്ക് ഇവിടുത്തെ മാന്ത്രിക സംഖ്യ എന്ന് പറയുന്നത് 1ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ മാന്ത്രിക സംഖ്യ എന്ന് പറയുന്നത് 1ആണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഒറ്റയുടെ സ്ഥാനത്ത് വെട്ടാതെ ബാക്കിയുള്ള ഒരേ ഒരു സംഖ്യ എന്ന് പറയുന്നത് 4ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ മാന്ത്രിക സംഖ്യ എന്ന് പറയുന്നത് 4 കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 4, 10ന്റെ സ്ഥാനത്ത് 5, 100ന്റെ സ്ഥാനത്ത് 6, 1000ത്തിന്റെ സ്ഥാനത്ത് 1, 10000ത്തിന്റെ സ്ഥാനത്ത് 8, ലക്ഷത്തിന്റെ സ്ഥാനത്ത് 3. അപ്പോൾ ഇതാണ് നമ്മുടെ മാന്ത്രിക കണ്ടെത്തിയ മാന്ത്രിക സംഖ്യ 3, 8, 1, 6, 5, 4. മാണിക്യൻ എങ്ങനെയാണ് മാന്ത്രിക സംഖ്യ കണ്ടെത്തിയതെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമ്മുടെ മാത്സ് ബസ്സിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.